ഇന്നത്തെ ചോദ്യം, നിന്നെ കാണുന്നവരും നിന്റെ സ്നേഹത്തിന് പാത്രമാകുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുമോ? എന്താണ് ചോദ്യം? നിന്നെ കാണുന്നവരും നിന്റെ സ്നേഹത്തിന് പാത്രമാകുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുമോ? ചോദ്യത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഏലിയാ പ്രവാചകനെ കുറിച്ച് പ്രഭാഷകൻ സമ്മറൈസ് ചെയ്യാണ് ഏലിയാ പ്രവാചകൻ്റെ ജീവിതം. ഏലിയാ പ്രവാചകൻ ഇങ്ങനെ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതായിരുന്നു, ശക്തിയുള്ളതായിരുന്നു. ഏലിയാ പ്രവാചകൻ അനേകരെ, ഒരു ജനത്തെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ ജീവിതം വഴി വെളിപ്പെടുത്തി. അഗ്നി ഇറക്കി അവൻ കർത്താവിന് സാക്ഷ്യം നൽകി. ഒടുവിൽ അവൻ അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ അഗ്നേയരഥത്തിൽ സംവഹിക്കപ്പെട്ടു. എന്നിട്ട് ജീവിതത്തെക്കുറിച്ച്, ഏലിയാ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: അവനെ കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ എന്ന്. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. അതായത് ഒരാൾ ദൈവവേലയ്ക്ക് വേണ്ടി ജീവിച്ചു, കർത്താവിന് വേണ്ടി ജീവിച്ചു. അപ്പോൾ അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞവർ, അവനെ കാണാൻ കഴിഞ്ഞവർ, അവനെ കേൾക്കാൻ കഴിഞ്ഞവർ, അവനുമായി ഇടപെടാൻ കഴിഞ്ഞവരൊക്കെ അനുഗ്രഹീതരാണ് എന്ന് വചനം വിളിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ചോദിച്ചത്, നമ്മുടെ കൂടെ ജീവിക്കാൻ അവസരം ലഭിച്ചവർക്ക്, നമ്മുടെ കൂടെ ജീവിക്കുന്നവർ എന്തായിരിക്കും പറയുന്നത്? നിൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം ആണ് എന്ന് അല്ലേ? നിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ കഷ്ടകാലം തുടങ്ങിയതെന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നിന്നെ കണ്ടപ്പോൾ തുടങ്ങിയതാണ്, അല്ലെ, നിൻ്റെ കാല് കണ്ടപ്പോൾ, എൻ്റെ മുഖം കണ്ടപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം എന്നല്ല പറയേണ്ടത്. അപ്പോൾ തിരിച്ചു പറയാനായിട്ട് ഇടവരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ ഈശോ പറയുകയാണ്, ഏലിയാ പ്രവാചകൻ വന്നപ്പോൾ അവർ ഏലിയ വീണ്ടും വരുമെന്ന് വിശ്വസിച്ചിരുന്നു. സ്നാപക യോഹന്നാനാണ് വീണ്ടും വന്ന ഏലിയ. പക്ഷേ അവർക്ക് മനസ്സിലായില്ല. കാരണം അവർ വിചാരിച്ചതുപോലെയല്ല ഏലിയ വീണ്ടും വന്നത്. അവർ വിചാരിച്ചിരുന്നത് ഏലിയ പ്രവാചകൻ ഈ അഗ്നി രഥത്തിൽ, അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ ആണല്ലോ എടുക്കപ്പെട്ടത്, അങ്ങനെ ആയിരിക്കും വീണ്ടും വരുന്നത്, പോയ പോലെ തന്നെ വീണ്ടും വരുമെന്ന് ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഏലിയ പ്രവാചകൻ വീണ്ടും സ്നാപക യോഹന്നാൻ്റെ ആ രൂപത്തിൽ വന്നപ്പോൾ അഗ്നിരഥത്തിലല്ല വന്നത്, ഏറ്റവും താഴ്മയോടുകൂടെയും എളിമയോടുകൂടെയുമാണ്, ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് വന്നത്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഈശോ നമ്മുടെ അടുക്കലേക്ക് വരുന്നത്, കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരുന്നത്, രാജാതിരാജനായവൻ നമ്മുടെ അടുക്കലേക്ക് വരുന്നത് കാലിത്തൊഴുത്തിൽ ഏറ്റവും താഴ്മയുള്ളവനായിട്ടാണ്. നമുക്ക് അവിടുത്തെ കാണാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, കേൾക്കാൻ നമ്മുടെ കാതുകൾ തുറക്കപ്പെടട്ടെ. ഇന്ന് തിരുസഭ വിശുദ്ധ ലൂസിയുടെ, രക്തസാക്ഷിയായ വിശുദ്ധ ലൂസിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. 3-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ 304 AD രക്തസാക്ഷിയായ വിശുദ്ധയാണ്. വിശുദ്ധ ആഗ്നസിനെ പോലെ, വിശുദ്ധ അഗാത്തയെ പോലെ തൻ്റെ കന്യാത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവൻ വിലയായി കൊടുക്കേണ്ടി വന്ന വിശുദ്ധ ലൂസിയുടെ മാധ്യസ്ഥം പ്രത്യേകം നമുക്ക് യാചിക്കാം. ലൂസിയെക്കുറിച്ചുള്ള ചരിത്രം അച്ഛൻ ഇന്നലെ ശുഭരാത്രി ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടാൽ മതി. പ്രത്യേകിച്ച് കണ്ണുമായി ബന്ധപ്പെട്ട് നേത്ര രോഗങ്ങളുള്ളവർക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ലൂസിയുടെ മാധ്യസ്ഥമാണ് തിരുസഭ നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ കാരണവും അച്ഛൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യവും അവിടുത്തെ സന്ദേശവുമൊക്കെ സ്വീകരിക്കാൻ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം.
കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.